ഇനി പോകുന്നു ആലപ്പുഴയിലേക്ക്. അവിടെ വോട്ട് പിടിക്കാൻ കടമ്പ ഏറെയാണ്. വോട്ട് തേടാൻ വീട് കയറി ഇറങ്ങണമെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് കായലും പാടവും തോടും ഒക്കെ കടക്കണം. ചമ്പക്കുളം വഴി നിമ്മിയും ടീമും ഒരു യാത്ര പോയി. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. മറ്റു ജില്ലകളിലെ പോലെയല്ല. ആലപ്പുഴ ജില്ലയിലെ പ്രചാരണം അല്പം കടുപ്പമാണ്. കാരണം കരയിലും വെള്ളത്തിലും വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികൾ പോകേണ്ട അവസ്ഥ വരും. നമ്മളിപ്പോൾ ഉള്ളത് ചമ്പക്കുളം ബ്ലോക്കിലാണ്. തലവടി ഡിവിഷനിൽ നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ച ഇക്കുറി തലവടി വാർഡിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്, അജിത് പിഷാരത്ത്. നാട്ടുകാരുടെയൊക്കെ അജിത്തേട്ടൻ്റെ കൂടെ നമ്മളൊരു യാത്ര പോവുകയാണ്. വള്ളമൊക്കെ സെറ്റ് ചെയ്ത് അജിത്തേട്ടൻ നമ്മളെ കാത്തുവെപ്പുണ്ട്. അജിത്തേട്ടൻ നമസ്കാരം. നമസ്കാരം. കരയിലും വെള്ളത്തിലും പോകേണ്ടി വരുമല്ലോ? പിന്നെ തീർച്ചയായിട്ടും. കുട്ടനാടെന്ന് പറയുമ്പോൾ അങ്ങനല്ലേ, കുട്ടനാടിൻ്റെ പശ്ചാത്തലമേ വെള്ളവും ഒക്കെ കൂടിച്ചേരുന്നതല്ലേ. നമുക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഞാൻ രണ്ട് കാര്യം കൊണ്ടാണ് വന്നത്. ഒന്ന്, ചമ്പക്കുളം ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത, ഇഞ്ചോടിഞ്ചായിട്ട് പോലും അടി പതറാത്ത കുലുങ്ങാത്ത അജിത്തേട്ടൻ. രണ്ടാമത് തലവടി വാർഡിലേക്ക് വന്നപ്പോൾ പറഞ്ഞു പാർട്ടിയൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല, അജിത്തേട്ടനെ ഞങ്ങൾ അങ്ങ് നിർത്തിയേക്കുവന്നാണ്. അവരുടെ ഒരു കാര്യമുണ്ടല്ലോ, ഒരു വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ആളാണ് ഞാൻ. നമ്മൾ എത്ര വീടുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ തന്നെ പോകേണ്ടി വരും? കുറച്ച് വീടുകളുണ്ട്, ഏറെ വീടുകളുണ്ട്. വെള്ളം കഴിഞ്ഞ ചെളി അല്ലേ? പിന്നെ ഇടയ്ക്ക് കുറച്ച് പാലങ്ങളുള്ള ഒരു ആശ്വാസം. ഇപ്പം പാലങ്ങൾ, ഇതുപോലുള്ള പാലങ്ങൾ വന്നുകൊണ്ട് ഞങ്ങളുടെ കുട്ടനാട്ടുകാർക്ക് രക്ഷയായി. അല്ലെ രണ്ട് കരകൾ തമ്മിൽ ഇതുപോലെ വള്ളത്തിലായിരുന്നു പണ്ട് പോയിക്കൊണ്ടിരുന്നത്. വാർഡിലെ സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ പാടുവിടുമായിരിക്കും. തീർച്ചയായിട്ടും. കുട്ടനാടെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള വെള്ളവും എല്ലാം കയറി ഇറങ്ങിയൊക്കെ ചെന്ന് പാവം പിടിച്ച ഓരോരുത്തരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിച്ച് ഭയങ്കര ബുദ്ധിമുട്ട്. പോസ്റ്ററുകളും ഫ്ലക്സ് ഒക്കെ കുറച്ച് കുറവാണോ? കുറവല്ല, അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പ്രചരണത്തിന്റെ എൻ്റെ ഒരു ആഗ്രഹം ഇപ്രാവശ്യം പോസ്റ്ററും ഇതൊന്നും ഒട്ടിക്കാതെ ഒരു പ്രചരണം നടത്തിയാൽ കൊള്ളാമെന്നൊരു താല്പര്യമുണ്ട്. ഈ കരയും കയറി ഒരു പാലം കൂടെ കിടന്ന അജിത്തേട്ടന്റെ വാർഡായി. അതെ. കര കയറിയ ചെരുപ്പ് ഇടൂല. ചെരുപ്പിടാത്തത് അച്ഛൻ്റെ മരണം, അതിനെ കർമ്മം ചെയ്യാൻ വേണ്ടി ചെരുപ്പ് ഉപേക്ഷിച്ച 25 വർഷത്തിന് മേളിലായി. പിന്നെ ചെരുപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാര്യമൊന്നും പറയണ്ട. അപ്പം നമ്മുടെ കൂടെ കാണണം. ഇവര് പറയുന്നത് നമ്മളെ കുഴപ്പക്കാരനാന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മറന്ന് ഒന്നൊന്നിച്ച് നിന്ന ഒരു ടീമാണ്. നമുക്ക് അവരെ കൂടെ കാണണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് എടുക്കുമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഈ വേനലല്ലേ, ഭയങ്കര ചൂടും കാര്യങ്ങളും അല്ലേ. നമ്മുടെ പരിചയക്കാരൊക്കെ ഇവിടെ ഉണ്ടോ? പിന്നെ നമ്മുടെ പരിചയക്കാരുണ്ട്. നമ്മുടെ പഴയ സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് 5 കൊല്ലം സഹപ്രവർത്തകരായിരുന്നു. 2020-25 ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പച്ചാ ഡിവിഷൻ മത്സരിക്കുകയും അവിടുന്ന് വരികയും ചെയ്യുന്നത്. അപ്പോൾ തലവടി ഡിവിഷനിൽ ആയിത്തിയായിട്ടും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ അങ്ങോട്ട് ഞങ്ങൾ 13 അംഗ ബ്ലോക്ക് പഞ്ചായത്താണ്. ആ 13 അംഗ ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 6, UDF 6, ആയിത്തിയേട്ടൻ ഒരാളെന്ന് ഉൾപ്പെടെ 7 പേരാണ്. അജിത്തേട്ടൻ അനങ്ങിയില്ലല്ലേ 5 വർഷം? അയിത്തിയേട്ടൻ ഉൾപ്പെടെ 13 പേരാണ്. ഞങ്ങളൊക്കെ കൃത്യമായിട്ട് ജനവിധി അംഗീകരിച്ച് പ്രവർത്തിച്ച ആളുകൾ. പ്രലോഭനം പലതും ഉണ്ടായോ? സ്വാഭാവികമല്ലേ, രാഷ്ട്രീയമല്ലേ, പലതരത്തിലുള്ള പല കാര്യങ്ങൾ വരും. പക്ഷെ അതൊന്നും അല്ല, ഒരു നമ്മൾ കുലുങ്ങിയില്ല. CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, അതുകൊണ്ട് അദ്ദേഹമാണ്. വരൂ. ഞങ്ങൾ വളരെ 3 പേരും 3 വ്യത്യസ്ത രാഷ്ട്രീയമാണെങ്കിലും വളരെ സൗഹാർദ്ദപരമാണ്. ഈ 5 വർഷം ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ അജിത്തേട്ടനാണോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഐശ്വര്യം? ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവിധാനങ്ങളുടെ എല്ലാം ക്വാളിറ്റിയുള്ള ആളുകളായിരുന്നു ജനിച്ചു വന്ന ജനപ്രതിനിധികളെല്ലാം. അവിടെ തീരുമാനത്തിന് ജനങ്ങൾക്ക് കിട്ടാതെ വരുന്ന എല്ലാ കാര്യവും ഞങ്ങൾ ഒരേ സ്വരമാണ് ഉയർത്തിയത്. അത് ആ കമ്മിറ്റികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അവിടെ ഒരു തർക്കവും ഇല്ലായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വന്ന് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ വടംവലിക്കൊന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നുള്ളതാണ് ചമ്പക്കുളം ബ്ലോക്ക് മോഡൽ. ലൗഡ് സ്പീക്കറായി നമുക്ക് മറ്റൊരിടത്ത് കാണാം.